ഹായ് ഹലോ വെൽക്കം ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് കടന്നു വരാൻ പോകുന്ന വ്യക്തി. നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് റീഡിങ്. ഷഫിൾ ചെയ്ത് കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഡെത്ത്, ദ മൂൺ, 7 ഓഫ് പെൻഡിക്കിൾ, ദ ഹൈ പ്രീസ്റ്റസ്, the world, the star. വന്നിരിക്കുന്ന എലിമെൻറ്റ് എർത്ത് എലിമെൻറ്റ്, വാട്ടർ എലിമെൻറ്റ്, എയർ, ഫയർ ഈ എലിമെൻ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്പേഴ്സ് എന്ന് പറയുന്നത് 13, 18, 21, 3, 17, 2, 7, 4, 0, 3 ഇതാണ് നമ്പേഴ്സ് വന്നിരിക്കുന്നത്. കളേഴ്സ് വന്നിരിക്കുന്നത് യെല്ലോ, ബ്ലൂ, വൈറ്റ്. നമുക്ക് കളേഴ്സിൻ്റെ ഒന്ന് നോക്കാം. യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളുടെ ഒരു സൈൻ നോക്കാം. യെല്ലോ കളർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും നല്ല എഡ്യൂക്കേഷൻ പവറുള്ളവരും എന്തിനെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തികളായിരിക്കും. പിന്നെ ഒരു ന്യൂ ബിഗിനിങ്, എന്തിനും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, നല്ലത് എല്ലാം പുതുതായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നല്ല ഹീലിംഗ് പവറുള്ളതും ബ്ലെസ്സിങ് പവറുള്ളതുമാണ്. അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര വിഷമത്തിലിരിക്കുന്ന വ്യക്തികളും പെട്ടെന്ന് ഹീലാവുന്നതായി കാണാം. അവരുടെ ഏത് സംസാരത്തിൽ പോലും അവരുടെ പ്രസൻസിൽ പോലും നമ്മൾ ഹീലാവും. നല്ല ബ്ലെസ്സിങ് ഉള്ള ആൾക്കാരാണ് യെല്ലോ കളറ് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ. അടുത്ത ബ്ലൂ കളറാണ്. ബ്ലൂ കളർ ഒരു പോസിറ്റീവ് കളർ തന്നെയാണ്. ഒരുപാട് സമാധാനം, അച്ചടക്കം, നിഗൂഢത. അവർക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിഗൂഢതകളായിട്ടുള്ള കാര്യങ്ങളാണ്. അവരിൽ പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ആഴങ്ങളിലേക്ക് ചെല്ലേണ്ടി വരും. ആഴങ്ങളിൽ ചെന്നിരുന്നാലും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ബ്ലൂ കളർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ. അടുത്തത് വൈറ്റ് കളറാണ്. വൈറ്റ് കളറ് സത്യസന്ധത. അവർക്ക് എല്ലാം സത്യം പോലെ പറയണം. ഒരു കള്ളത്തരവും അവരുടെ മുമ്പിൽ നടക്കത്തില്ല. അവർക്ക് സത്യം മനസ്സിലാവാതെ അവരടങ്ങിയിരിക്കുന്ന വ്യക്തികളും ആകത്തില്ല. അവരുടെ മുമ്പിൽ ആരെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് സഹിക്കാനും കഴിയത്തില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഏതിനും അവർക്ക് ക്ലാരിറ്റി വേണം. അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ഒരു കാര്യവും കൊണ്ട് പെട്ടെന്ന് ചെന്നിട്ട് അവരുടെ മുമ്പിൽ പറഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് നല്ല വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. നിർമ്മലത ഉള്ള ആൾക്കാരായിരിക്കും. അടുത്തത് നമുക്ക് ന്യൂമറോളജി നമ്പർ നോക്കാം. ന്യൂമറോളജി നമ്പർ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 12 ആണ് എങ്കിൽ 1 + 2 3 ആണ് നിങ്ങളുടെ ന്യൂമറോളജി. അങ്ങനെ ഒറ്റ സംഖ്യ 9 വരെയുള്ള സംഖ്യയാണെങ്കിൽ അത് ഡയറക്റ്റ് എടുക്കാം. അല്ലാതെ വരുന്ന സംഖ്യകളെല്ലാം നമ്മൾ ആ കൂടെ ഉള്ളതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി അതിൻ്റെ കൂടെ തങ്ങളെ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ ന്യൂമറോളജി നമ്പർ എടുക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ന്യൂമറോളജി നമ്പർ 4, 9, 3, 8, 2, 7 എന്നീ നമ്പറാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ന്യൂമറോളജി നമ്പർ. ഈ ന്യൂമറോളജി നമ്പറിലുള്ള വ്യക്തികൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നു എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണം. നിങ്ങൾക്കിത് റെസൊനേറ്റ് ആകുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പം 4 നമ്പറുള്ളത് 4 നമ്പറുള്ളവർ നെഗറ്റീവ് സണ്ണാണ്. നെഗറ്റീവ് സണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് രാഹുവാണ്. ഒരുപാട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ കൂടി കടന്നു പോകുന്നവരായിരിക്കും. അവർ എത്രയൊക്കെ ശ്രമിച്ചാലും ഒന്ന് മാറി അവരുടെ ലൈഫിൽ ഇങ്ങനെ സ്ട്രഗിൾ വന്നുകൊണ്ടേയിരിക്കും. അവരുടെ ലൈഫിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാര്യങ്ങളുമായിട്ടായിരിക്കും ഇക്കൂട്ടർ കാണുന്നത്. അവർക്ക് ചില ശാരീരിക പീഡകളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും വരും. അവർ ഹോസ്പിറ്റലൈസും കാര്യങ്ങളുമായിട്ട് എപ്പോഴും മരുന്നും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടരായിരിക്കാം.
നിങ്ങൾക്കിത് റെസണേറ്റ് ആണെന്ന് നോക്കണം. ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ വയറുവേദന, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പെയിനും കാര്യങ്ങളുമായിട്ട് അവർ നടക്കും. അവർക്ക് എപ്പോഴും ആ ഒരു ക്ഷീണവും കാര്യങ്ങളും പോലെയാണ്, ഉത്സാഹക്കുറവായിട്ടൊക്കെ കാണും. ഒരു വയ്യ ക്ഷീണം പോലെ എന്നുള്ള രീതിയിൽ ആൾക്കാർ കൂടുതലും കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലുമായിട്ട് വ്യായാമം ചെയ്യാൻ ശീലിക്കണം. എക്സസൈസും കാര്യങ്ങളൊക്കെ രാവിലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടും. ഓൾറെഡി രാഹു ആയതുകൊണ്ട് ഇത് പറഞ്ഞിരുന്നാലും മാറത്തില്ല. കാരണം ഇത് തന്നെയാണ് രാഹു, ഇങ്ങനെ തന്നെയാണ് രാഹു. നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞിരുന്നാലും അത് കേൾക്കത്തില്ല. രാഹു ആയതുകൊണ്ട് അതങ്ങനെ തന്നെ നിൽക്കും. അടുത്തത് 9 ആണ്, വ്യാഴം. യൂണിവേഴ്സൽ ഹീലറാണ്. അവർക്ക് ഒരു പ്രത്യേകതരം ശക്തിയാണ് ഉള്ളത്. അവർ വരുന്ന സ്ഥലം ഹീലാവും. അവരുമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ ഹീലാവും. അവരുമായിട്ട് ആൾക്കാർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാത്തിനെക്കുറിച്ചും അഗാധമായ അറിവുകളുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും പോയി ഹെൽപ്പ് ചെയ്യും. ഇഷ്ടംപോലെ ആൾക്കാർ ഇവരങ്ങോട്ട് ചെന്ന് തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവർക്കുള്ളൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഒരു ഗുണമില്ലാത്ത ആൾക്കാരായിരിക്കും. അവർ നാട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ്. കാരണം അവർക്ക് കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും, അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തും ചെയ്യും. പക്ഷേ വീട്ടുകാരുടെ കാര്യം വരുമ്പോഴത്തേക്ക് അവരവിടെ പ്രസൻറ്റും ഇല്ല, ഒന്നുമില്ല. ഒരു കാര്യത്തിന് അവർ കാണത്തില്ല. ഇങ്ങനെയുള്ളവർ മിക്കവാറും പോലീസിലോ മിലിറ്ററിയിലോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇവർക്ക് ഭയങ്കര വാശിയും ദേഷ്യവും ഉള്ള കൂട്ടരായിരിക്കും. അടുത്ത നമ്പർ 3 ആണ്, ജൂപ്പിറ്റർ. ഗുരുവാണ്, പോസിറ്റീവാണ്. പോസിറ്റീവ് ചിന്തകളും കാര്യങ്ങളും ഉള്ളവരാണ്. ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്. എന്നാൽ അലസരുമാണ്. ഇവർക്ക് എപ്പോഴും ഡിപ്രഷനാണ്, ഡീപ്പ് ഡിപ്രഷനാണ്. ഏത് സമയത്തും അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ കാണും. വിഷമിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കും. ആരുടെയെങ്കിലും വഴിയെ പോകുന്ന ആളിൻ്റെ വിഷമം കേട്ടിട്ടെങ്കിലും ഇരുന്ന് കരയും. അതൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സീരിയൽ കണ്ടിട്ടെങ്കിലും അന്നത്തെ ദിവസം മൊത്തം അത് ഓർത്തിരുന്ന് കരയുന്ന ആൾക്കാരായിരിക്കും ഇവർ. അടുത്ത നമ്പർ 8, സാറ്റേൺ. നിയമം പാലിക്കുക, നിയമം നടപ്പിലാക്കുക, നിയമം പാലിക്കുക. നിയമം തെറ്റിക്കുന്നത്, വീട്ടിലെ നിയമമായാലും ശരി തന്നെ, റോഡ് നിയമമായാലും എന്ത് നിയമമായാലും അത് അതിൻ്റേതായ രീതിക്ക് പോകണം. വീട്ടിലൊക്കെ പട്ടാളച്ചിട്ട പോലെ ആയിരിക്കും. എല്ലാം നിയമം പോലെ അതിൻ്റേതായ ചിട്ടയ്ക്കും വെടുപ്പിനും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു പട്ടാളച്ചിട്ട പോലെയുള്ള ആൾക്കാരായിരിക്കും. എല്ലാ കാര്യത്തിനും നിയമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. ലക്ഷ്യം കാണാൻ വേണ്ടി അവരിനി എന്തൊക്കെയാണെങ്കിലും ശരിയാണ് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ 8 നമ്പർ ന്യൂമറോളജി നമ്പറായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ. അടുത്തത് 2 ആണ്, മൂണാണത്. അപ്പ് ആൻഡ് ഡൗൺ ആണ്. അവർക്ക് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഇമോഷണൽ ബേബി, ഏതിനും കരച്ചിലും വിഷമങ്ങളും മാത്രമേ ഉള്ളൂ. അതും അവരെ പോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വിഷമിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നത്. പക്ഷേ അവർ ചില സമയങ്ങളിൽ ഹാപ്പിയാവും. കാരണം മൂണിൻ്റെ സ്വഭാവം പോലെ ഫുൾ മൂണും ഇത് വരുന്നതാണ്, കൃഷ്ണപക്ഷവും ഇതും വരുന്നത് പോലെ മാറിയും തിരിഞ്ഞ് അവർ ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല ഹാപ്പിയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ച് നിൽക്കുന്നതൊക്കെ കാണാം. ഒരു 10-12 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഡൗണിലോട്ട് പോകുന്നതും കാണാം. ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ കൂടുതലും. അടുത്തത് 7 ആണ്, കേതു. നെഗറ്റീവ് മൂണാണ്. നെഗറ്റീവ് മൂണാകുമ്പോഴത്തേക്ക് ഇവർക്കുള്ളത് മൊത്തവും സംശയങ്ങളായിരിക്കും. ഏതിനും സംശയം, അഗാധമായ പാണ്ഡിത്യം എടുക്കും. എന്തിനെക്കുറിച്ചുള്ള അറിവുകൾ അവർ തന്നെ പോയി എടുക്കും. പിന്നെ ഈ ഭൂമിയിലുള്ള ഏതിനെക്കുറിച്ച് വേണമെങ്കിലും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ടാരോ റീഡ് ആയാലും ശരി തന്നെ, മറ്റെന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, അത് കൊള്ളാലോ, ഒന്ന് ട്രൈ ചെയ്താലോ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനെ ഫോളോ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് കിട്ടിയിരുന്നാലും അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പോഴും കളയും. അത് കൊണ്ട് നടക്കത്തില്ല. പിന്നെ അടുത്ത പുതുമ തേടിയുള്ള പോക്കാണ്. അപ്പോൾ ഇതാണ് 7 നമ്പറിലുള്ള ആൾക്കാർക്ക്. ഇനി അടുത്ത റീഡിങ്ങിലേക്ക് കിടക്കാം. ഇപ്പം ചോദ്യം ഇതാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പാർട്ട്ണർ ആരാണ്? നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി ആരാണ്? അപ്പം ഫസ്റ്റ് കാർഡ് ഡെത്ത്,
ഡെത്ത് കാർഡിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എൻഡാക്കി, നിങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി പോയ വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. പുതിയ വ്യക്തിയല്ല വരുന്നത്, പഴയ വ്യക്തിയാണ് വരുന്നത്. പെട്ടെന്നുള്ള വരക്കൊന്നുമല്ല, വളരെ സാവധാനത്തിലാണ് വരുന്നത്. റീഡിങ് കേട്ടാൽ ഉടനെ നാളെ തന്നെ അങ്ങ് വീട്ടിൻ്റെ വാതിലിൽ വന്ന് നിൽക്കുമെന്ന് വിചാരിക്കരുത്. അവരുടെ പ്ലാനൊക്കെ ചെയ്ത് പതുക്കെ വരുന്നതേ ഉള്ളൂ. സൂം ചെയ്ത് ആ കുതിരേനെ ഒന്ന് നോക്കിയാൽ അറിയാം, വളരെ വിഷമത്തിലാണ് ആ കുതിര തന്നെ നടക്കുന്നത്. കാരണം ഒരുപാട് നടക്കാനുണ്ടായിരിക്കും. കാരണം ഇപ്പോഴൊന്നും അങ്ങ് എത്തത്തില്ല, പതുക്കെ പതുക്കെ നടന്ന് ക്ഷീണിച്ച് വരുന്ന ഒരു കുതിരയാണത്. വളരെ സാവധാനത്തിലാണ് അത് നടക്കുന്നത്. ഒരമ്മയും കുഞ്ഞിനെയും അവിടെ കാണാം. അമ്മയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ അമ്മയും കുഞ്ഞിനെ ആയിരുന്നാലും ശരിയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്നത് വളരെ അധികാരത്തോടെയാണ് തിരിച്ചു വരുന്നത്. സമാധാനമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനത്തിൻ്റെ കുതിരയിലൊക്കെ കയറിയാണ് വരുന്നത്. പക്ഷേ ആ കയറി വരുന്നവരത്ര സമാധാനത്തിലൊന്നും അല്ല. പക്ഷേ സമാധാനമാണ് എന്ന് പറഞ്ഞ് ആ വഴി സമാധാനമാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് കയറി വരുന്നത്. പിന്നെ സമാധാനത്തിൻ്റെ കൊടി പാറിക്കുമെന്നൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞെങ്കിലും ആ കൊടി ഇരിക്കുന്ന സ്ഥലം ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ്. അപ്പം സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വീട്ടിൻ്റെ കതവിൻ്റെ അടുത്ത് വരെ വരുള്ളൂ, വാതിലിൻ്റെ അടുത്ത് വരെ വരുള്ളൂ. പിന്നെ അകത്തോട്ട് കയറ്റണേ വേണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളെ വിട്ട് നിങ്ങളിൽ നിന്നെല്ലാം സ്റ്റോപ്പാക്കി പോയ വ്യക്തി തിരിച്ചു വന്നാൽ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ള ഓപ്ഷൻ നിങ്ങളുടേതാണ്. എന്തായാലും പോകുന്നവർക്ക് തിരിച്ച് വരാം, ആ വഴി വരെ വന്ന് നിൽക്കാം. വന്നിട്ട് അവിടെ നിന്ന് അകത്തോട്ട് കയറണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. നിങ്ങൾ പൂർണ്ണ സമ്മതം കൊടുക്കാതെ ഇതെനക്ക് സമാധാനം കാണിച്ച് ചെല്ലാം, അവിടെ ചെന്ന് കൊടി നടാം, അധികാരങ്ങൾ എടുക്കാം എന്നൊക്കെ വിചാരം കാണുമായിരിക്കാം. പക്ഷേ അത് ചെയ്യണ്ടോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, എന്തായാലും അവർ ചാൻസ് ചോദിച്ച് വരുന്നത് തന്നെ നിങ്ങളുടെ വിജയമാണ്. നിങ്ങളെ വിട്ടുപോയവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നിങ്ങൾ പോലും ക്ഷണിക്കാതെ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്. അടുത്തത് 3 ഓഫ് വാണ്ടാണ്. ഈ വരുന്ന ആൾ നിങ്ങളുടെ ലൈഫിൽ ഒരു അവസരം കൊടുത്തിട്ടുള്ള ആളാണ്. വീണ്ടും അതേ എനർജി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അവസരം കൊടുത്ത ആളാണ് നിങ്ങളിലേക്ക് വരുന്നത്. തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം ഓവർ തിങ്കിങ്ങും കാര്യങ്ങളുമൊക്കെ ആയി നിങ്ങളിൽ നിന്ന് മാനസികമായിട്ടുള്ള സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ആയി അകന്നുപോയ വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത് ഡേഞ്ചർ സോണിലാക്കി പോയ വ്യക്തിയാണ്. റെഡ് അലാർട്ട് എല്ലാം പറഞ്ഞു പോയതാണ്. ഇനി ഈ ലൈഫ് എനിക്ക് റെഡ് അലാർട്ടാണ് അതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ ഇപ്പം നോക്കിയാൽ കാണാം അവരുടെ ആ റെഡ് ഷോളിൽ കൂടി ഒരു പച്ച കളറായിട്ട് കൊടി വരുന്നുണ്ട്. അപ്പം പച്ചക്കൊടി കാണിച്ച് തുടങ്ങുന്നുണ്ട്. ആലോചനയിലാണ്, പച്ചക്കൊടി എടുത്ത് വെച്ചിട്ട് ആലോചിക്കുകയാണ്. ലൈഫിലോട്ട് തിരിച്ച് വരണം എന്നുള്ള കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കടന്നുപോയ വ്യക്തിയാണ് നിങ്ങളിലേക്ക് പിന്നെ വരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അടുത്തത് 7 ഓഫ് പെൻഡിക്കിളാണ്. നിങ്ങൾക്ക് വർഷങ്ങളായി പരിചയമുള്ള ആളായിരിക്കാം, നിങ്ങളുടെ സഹപാഠിയായിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ പരിചയക്കാരോ ആരോ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അവരുടെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ക്ഷീണിത സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും. വലിയ ജോലിയും കാര്യങ്ങളൊന്നും എടുക്കാനോ ജോലിക്ക് പോകാനൊന്നും അധികം മനസ്സൊന്നും ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന വ്യക്തി, ക്ഷീണമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിച്ചു പോയ വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിച്ചു പോയ വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ആ പൈസ തീർന്നു കാണുമായിരിക്കും. ശരീരം അനങ്ങി ഒരു ജോലിക്കും പോകാൻ തയ്യാറാകാത്ത വ്യക്തിയായിരിക്കും.
നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. പണത്തോട് ഭയങ്കരമായ ആക്രാന്തമുള്ള വ്യക്തിയാണ്. കാരണം നിങ്ങളെന്തെങ്കിലും എക്സ്ട്രാ ചിലവാക്കുകയാണെങ്കിൽ പറയൂ, അങ്ങനെ ചിലവാക്കുന്നത് എന്താ, ഇങ്ങനെ ചിലവാക്കുന്നത് എന്താ, എന്തിനങ്ങനെ ചിലവാക്കുക. സ്വന്തം കാര്യത്തിൽ പോലും അത്ര നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷേ പണത്തിനോട് ഭയങ്കര ആക്രാന്തവുമാണ്. എന്തിനാണ് പണം പിന്നെ? എന്തായാലും ജോലിയൊന്നും ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ സ്വഭാവമുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ വിട്ടുപോയതല്ല, നിങ്ങൾ മാറിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള പരിചയക്കാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. എവിടെയെങ്കിലും ഓവർ ടൈം ജോലി ഉണ്ടെങ്കിൽ നോക്കി വെച്ചോ, കാരണം ചിലവൊക്കെ കൂടത്തില്ലേ. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പൈസയും പറ്റിച്ച് പോയ വ്യക്തികളാണ് തിരിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഒന്നും കൂടി ആലോചിച്ച് വേണം തീരുമാനങ്ങളെടുക്കാൻ. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാറാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ല ഹൈറ്റും നല്ല ബോഡി ഷേപ്പും, അഥവാ ഹൈറ്റ് ഇല്ലെങ്കിൽ തന്നെയും നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. ഹെയറിൽ കളറൊക്കെ ചെയ്തിട്ട് ഉള്ള വ്യക്തിയാണ്. ചില സമയത്ത് ഇമോഷണൽ ആവുകയും ചില സമയത്ത് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഓവറായി ധൂർത്തടിക്കുന്ന വ്യക്തിയായിരിക്കും. ഒന്നും സേവ് ചെയ്യുന്ന സ്വഭാവമായിരിക്കത്തില്ല. ധൂർത്തടിക്കുന്നതായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ്. നിങ്ങൾ എന്ത് സംസാരിച്ചാലും പെട്ടെന്ന് അവർക്ക് ഇമോഷണലായിട്ട് ഹാർട്ട് ബ്രേക്കിംഗ്, എനിക്ക് എൻ്റെ ഹൃദയം തകർന്നു എന്നുള്ള രീതിയിലുള്ള സംസാരം. നിങ്ങളിപ്പോൾ എന്തോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നാലും എൻ്റെ ഹൃദയത്തിൽ തട്ടി, എൻ്റെ ഹൃദയം തകർന്നു പോയി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡാണ്. നിങ്ങളുടെ ഒരു കാലത്ത് നിങ്ങളുടെ ലോകമായിരുന്ന വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ ലോകമായി കണ്ട വ്യക്തിയാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ആഘോഷങ്ങളിലും അടിച്ചു പൊളിച്ച് നടക്കുന്നതിലും മാത്രം സന്തോഷം കാണുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. സെൽഫിഷാണ്. ഒരു സേഫ് സോൺ ഉണ്ടാക്കി അതിൽ ജീവിക്കാനാണ് കൂടുതലും ഇഷ്ടം. അവരുടെ ഹാപ്പി ലോകത്തേക്കാണ് അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ള പുറമേയുള്ള യാതൊരു കാര്യത്തിലേക്കും അവരെ വലിയ ഫീലാക്കത്തില്ല. അവർക്ക് ഇപ്പോൾ പുറമേ നിന്ന് ആരെന്തൊക്കെ കരഞ്ഞ് ഇമോഷണലായിട്ട് അവരെ തകർക്കാൻ വന്നിരുന്നാലും അതൊന്നും അവർക്ക് അവിടെ ഏൽക്കത്തില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളും അവരുടേതായ ഹാപ്പിയും അവരുടെ സെൽഫായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും മാത്രമാണ് അവർക്ക് എപ്പോഴും ശ്രദ്ധ. പുറമേ നടക്കുന്ന കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചിന്തയെക്കുറിച്ചോ അവർ മാനസികമായിട്ട് എത്ര തകരുന്നെന്നോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി പാർട്ട്ണർ എത്ര തകരുന്നെന്നോ എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. അടുത്തത് മൂണാണ്. വളർത്തു മൃഗങ്ങളെയൊക്കെ പട്ടിയും പൂച്ചയൊക്കെ അല്ലെങ്കിൽ കിളികളെ, ലവ് ബേർഡ്സിനെ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, പലതരം ജീവികളെയൊക്കെ ഇഷ്ടപ്പെട്ട് വളർത്തുന്നതായിട്ടുള്ള ആൾക്കാരാണ്. മത്സ്യങ്ങളെ ആണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും ഒക്കെ ഇണക്കി വളർത്താൻ കഴിവുള്ളവരും അത് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിരിക്കും. പിന്നെ രഹസ്യങ്ങളുടെ രാജാവും രാജ്ഞിയൊക്കെയാണ്. ഒന്നും തുറന്നു പറയത്തില്ല നിങ്ങളോട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് മൊത്തം അവർ കരണ്ട് തിന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് അറിയത്ത് പോലുമില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ തത്ത പറയും പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സൂചിയുടെ അനക്കം പോലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് അവർക്ക് നിഗൂഢമായി ഇരിക്കാൻ അവർക്ക് കഴിയും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പുരുഷനോ സ്ത്രീയോ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് വ്യക്തമായി യാതൊരു അറിവും തന്നെ കാണത്തില്ല. നിങ്ങളെ കൂടെ തന്നെ വർഷങ്ങളോളം നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നാൽ തന്നെയും അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത അതായിരിക്കും നിങ്ങൾ. എന്നാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് നല്ല കൃത്യമായി എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കും. നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുമെന്നും മണിച്ചിത്താഴി പറയുന്ന കണക്കും നകുലൻ്റെ ഉറക്കം ശോഭന അറിയുന്നത് പോലെ നിങ്ങളുടെ ഉറക്കം പോലും എത്ര സമയം നീണ്ടു നിൽക്കുമെന്നുള്ള കറക്റ്റ് അളവ് പാത്രങ്ങളും അളവ് കോലുകളുമുള്ള ആൾക്കാരായിരിക്കും
നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത്. കാരണം നിങ്ങളെക്കുറിച്ച് A to Z അവർക്കറിയാം. അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നാലും സ്വീകരിക്കും. അവർക്കാണ് നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് നല്ലവണ്ണം അറിയാവുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത്. ഓക്കെ, അടുത്തത് ഹൈ പ്രീസ്റ്റസ് ആണ്. നല്ല ധൈര്യശാലിയായ വ്യക്തിയാണ്. ഇതുപോലെ വ്യക്തിത്വമുള്ളതും അല്ലെങ്കിൽ നല്ല ഇത്രയും ധൈര്യശാലിയായി എന്ത് ജോലിയും ഏൽപ്പിക്കാനും ഒറ്റയ്ക്ക് നിന്ന് കരുത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. നമുക്ക് അവർ സത്യസന്ധരായിരിക്കും. അവരുടെ ഉള്ളെപ്പോഴും നിഷ്കളങ്കവും സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന വ്യക്തികളുമായിരിക്കും. എപ്പോഴും നല്ല രീതിയിൽ ഇൻറ്റ്യൂഷൻ പവറുള്ള ആൾക്കാരാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. നല്ല ഇൻറ്റ്യൂഷൻ പവറുള്ള വ്യക്തികളാണ്. എന്നാൽ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല പരുപരുക്ക സ്വഭാവമുള്ളവരും ഒരു സ്നേഹവും കാര്യവും ഉള്ള വ്യക്തിയായിട്ട് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല. നല്ല ഭക്തിയായിട്ടുള്ള വ്യക്തികളാണ്. ശക്തിയിലും ബുദ്ധിയിലും നിങ്ങളെ കഴിയും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലായിട്ട് തിരിച്ചു വരുന്നത്. നല്ല നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തിയായിരിക്കും. ജോലി കാര്യങ്ങളിലാണെങ്കിൽ തന്നെയും അവർ കുറച്ച് ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരായിരിക്കും. അവരുടെ കീഴിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നതായിരിക്കും. 1-2 ആൾക്കാരോ അതിൽ കൂടുതൽ ആൾക്കാരോ ജോലി ചെയ്യുന്നതായിട്ടുള്ളതായിരിക്കും. അവർ മറ്റുള്ളവരെ നിയന്ത്രിച്ച് നിർത്തുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതെന്ന് നോക്കണം. റെസൊനേറ്റ് ആകുന്നെങ്കിൽ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയാണ്. വിട്ടുപോയ വ്യക്തിയിൽ നല്ല എനർജിയും കാണും, മോശം എനർജിയും കാണും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിൽ അവരുടെ നല്ല സ്വഭാവവുമുണ്ട്, മോശമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ കൂടുതൽ ഇമോഷണലാക്കി വയ്ക്കാതെ അതൊരു ഫ്ലോയിൽ പറഞ്ഞു തീർത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള റീഡിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. മദർ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോട് എപ്പോഴും ഇരിക്കട്ടെ. ഓക്കെ, ബൈ.